വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഴുവൻ പ്രതികളും പിടിയിൽ. 18 പേരിൽ 10 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സർവകലാശാലയിലേക്ക് യൂത്ത് കോൺഗ്രസ്, KSU, യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് നടത്തി. ഇന്ന് രാവിലെ മുതൽ സർവകലാശാലയ്ക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രതിഷേധം നടക്കുകയാണ്. സംഭവം സംഘർഷാഭരിതമായതുമൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ മുഴുവൻ പ്രതികളും, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളും പിടിയിലായിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നേരത്തെ 10 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള തുടർ നടപടികളൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനിടയിലാണ് കൂടുതൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയിൽ VC-യെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ചാൻസലർ ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു. വയനാട് നിന്ന് അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ്, പ്രതിഷേധത്തിലേക്ക് പിന്നീട് കടക്കാം. ആദ്യം ഈ പ്രതികളെക്കുറിച്ച്, മുഴുവൻ പ്രതികളും പിടിയിലായി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ 18 പേരാണോ കേസിൽ പ്രതികളായിട്ടുള്ളത്? കൂടുതൽ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? മുഴുവൻ പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയോ? അനീസ്, കേൾക്കാമോ? അനീസ്, ഇപ്പോൾ മുഴുവൻ പ്രതികളും പിടിയിലായി എന്നാണല്ലോ പറയുന്നത്. എല്ലാവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? തുടർ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നിലവിൽ 10 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 18 പേരാണ് പ്രതികളായിട്ടുള്ളത്. അതിൽ 10 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നീട് ഇപ്പോൾ മുഴുവൻ പ്രതികളും ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി മുഴുവൻ പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. എന്തായാലും 18 പേരാണ് ഇപ്പോൾ പോലീസിൻ്റെ പ്രതിപട്ടികയിലുള്ളത്. അവരുടെ മുഴുവൻ അറസ്റ്റ് ഇന്നുണ്ടാകും എന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. അത് 1 മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കും എന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവിയോടടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത്. എന്തായാലും മുഴുവൻ പ്രതികളും ഇപ്പോൾ പോലീസിൻ്റെ കണക്ക് പ്രകാരമുള്ള മുഴുവൻ പ്രതികളും പിടിയിലായിട്ടുണ്ട്. 18 പ്രതികളാണ് പോലീസിൻ്റെ പ്രതിപട്ടികയിലുള്ളത്. അതേസമയം 31 പേർക്കെതിരെ ഇന്നലെ കോളേജ് അധികൃതർ നടപടിയെടുത്തിരുന്നു. അതിൽ 19 പേർക്കെതിരെ 3 വർഷത്തെ പഠനവിലക്കും അതുപോലെ തന്നെ 12 പേർക്കെതിരെ 1 വർഷത്തെ പഠനവിലക്കും, ഇങ്ങനെ 31 പേരാണ് ഇതിൽ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത് എന്നാണ് ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ കണ്ടെത്തലുണ്ടായിരുന്നത്. എന്തായാലും ഇവർക്കെതിരെ കൂടി ഇനിയിപ്പോൾ അന്വേഷണവും നടപടികളും ഉണ്ടാകുമോ എന്ന കാത്തിരിപ്പിലാണ് എല്ലാവരും. എന്തായാലും 18 പേരെ ആദ്യം പ്രതിപട്ടികയിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. അതിൽ 18 പേരും ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. 10 പേരുടെ അറസ്റ്റ് ഔദ്യോഗികമായി പോലീസ് രേഖപ്പെടുത്തി. വൈകാതെ തന്നെ ബാക്കിയുള്ളവരുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്.